عليكم ورحمة الله تعالى وبركاته. بسم الله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും പ്രിയം നിറഞ്ഞ ഉസ്താദുമാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ത്യൻ ചരിത്രത്തിൽ മുറയുടങ്ങാതെ കിടക്കുന്ന ഒരു അധ്യായമാണ് ജാതി എന്ന് പറയുന്നത്. സത്യത്തിൽ കേരളത്തിൽ ഇന്നും ജാതിയുടെ പേരിലുള്ള പേക്കൂത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വാസ്തവത്തിൽ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ജാതി ഇങ്ങനെ പ്രലോഭിപ്പിക്കാനുള്ള കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ ജാതി രാഷ്ട്രീയവും കേരളീയ സമൂഹവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കൂടി നാം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഉമ്മറത്ത് നടന്ന, പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു വീട്ടിൽ സംഭവിച്ച സംഭവ വികാസങ്ങളെ കൂടെ നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു അവിടെ സംഭവിച്ചത് എന്ന് നാം വിശകലനം ചെയ്യുകയാണെങ്കിൽ, ആ വീട് അഗ്നിക്കിരയാക്കപ്പെട്ടപ്പോൾ ആ വീട്ടിലുള്ള അമ്മയും അച്ഛനും പ്രായമടങ്ങുന്നവരെല്ലാം ഓടി തൻ്റെ വീടിന് വെള്ളമൊഴിക്കാനായി പോവുകയാണ്. അങ്ങനെ ആ വീടിന് വെള്ളമൊഴിക്കാനായി പോകുമ്പോൾ ഒരാൾ വന്ന് അദ്ദേഹത്തിൻ്റെ കഠിനമായ ശ്രമത്തിലൂടെ അദ്ദേഹം ആ വീട്ടിലേക്ക് വെള്ളമൊഴിച്ച് തീ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അയാളോട് കുശലാന്വേഷണം നടത്തുന്ന നാട്ടുകാർ ചോദിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ പേരും ജാതിയും വെളിപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും ക്രോശിക്കുകയാണ് ചെയ്യുന്നത്. ഈ ക്രോശത്തിനെതിരെ നിന്നുകൊണ്ട് വെള്ളത്തോൾ പരിഹാസത്തോടെ പറയുന്നുണ്ട്, തീ പോയില്ലെങ്കിൽ എന്താ, അനർഘമാം ജാതിയെ രക്ഷിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ വാസ്തവത്തിൽ ഇന്നും ജാതീയതയുടെ പേരിൽ അനുഭവിക്കുന്ന ക്രൂരതകൾ ഏറെയാണ്. പാലക്കാട് ജില്ലയിലെ ഒരു ക്ഷേത്ര മൈതാനത്ത് ഇന്നും താഴ്ന്ന ജാതിക്കാർക്ക് കയറാൻ അവസരമില്ല. നേരെ മറിച്ചാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ ദേവസ്വം ബോർഡ് വകുപ്പിൽ 386 പേരുള്ള വകുപ്പിൽ 336 പേരും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് എന്നതും നമ്മെ ഏറെ വിഷമിപ്പിക്കുന്നതാണ്. ഇന്ത്യൻ ന്യൂസ് ഡെയിലിയുടെ കണക്കുകൾ പ്രകാരം ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നവർ, അവർ അടിച്ചമർത്തപ്പെടുന്നവർ, ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഏറ്റവും ദുർബലമാക്കപ്പെട്ട മനുഷ്യരെന്ന് മേൽജാതിക്കാർ വിശേഷിപ്പിക്കുന്നവരെ ഒരു തരത്തിലും ഇന്നും സമൂഹം അംഗീകരിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ തെളിവാണ് ഇങ്ങനെയുള്ള ജാതി അധിഷ്ഠിതമാക്കിയുള്ള ക്രൂരതകളുടെ സംഭവ വികാസങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സംഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ, ജ്യോതിറാവു ഫുലെ തുടങ്ങിയ കേരളത്തിൻ്റെ മഹിമ ഏറ്റവും കൂടുതൽ ഉയർത്തിയ, ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായിരുന്ന ഡോക്ടർ അംബേദ്കർ താഴ്ന്ന ജാതിയിൽപ്പെട്ടതുകൊണ്ട്, അദ്ദേഹത്തെ സ്കൂൾ നിഷേധിക്കപ്പെട്ടതുകൊണ്ട്, അദ്ദേഹം അനുഭവിച്ച ജാതീയതയുടെ പീഡനങ്ങളെ, അദ്ദേഹം അനുഭവിച്ച ജാതീയതയെ, അദ്ദേഹം അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യത്തിലുള്ള അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിലേക്ക് വന്നു ചേർന്ന ജാതീയതയെ അദ്ദേഹം എത്രത്തോളം ക്രൂശിച്ചുവെന്ന്, അദ്ദേഹത്തെ ആ ജാതി എത്രത്തോളം പിടിമുറുക്കി എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇങ്ങനെയും ഇന്നും കേരളത്തിൽ ഇത്രയധികം ജാതീയത നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ വാസ്തവമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാലക്കാടുള്ള സംഭവങ്ങൾ. നോക്കൂ, എത്രത്തോളം ഭീമാകാരമാണ് ഇന്നും കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ജാതി കൊണ്ട് ഒരു മനുഷ്യൻ്റെ നിർമ്മാണം അളക്കുമ്പോൾ, ഒരു മനുഷ്യൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ കഴിവുകളെ അളക്കുമ്പോൾ ഏറ്റവും ഉദാത്തമായ ധാർമ്മികത വേണമെന്ന് ശബ്ദിക്കുന്നവർ പോലും ഇന്ന് ജാതി അധിഷ്ഠിതത്തിലാണ് അവരുടെ രാഷ്ട്രീയവും അവരുടെ തുടർന്നുള്ള ഭാവിയും സങ്കോചിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏറെ ആശങ്കാജനകമാണ് വാക്കുകൾ. ഡോക്ടർ അംബേദ്കർ ഇതിനെ പറഞ്ഞത് നിഷ്ക്രിയമായ ഒരു ജീവി എന്നാണ് ഡോക്ടർ അംബേദ്കർ ജാതിയെ സൂചിപ്പിച്ചത്. ഇങ്ങനെയുള്ള ജാതീയത ഇന്നും കേരളത്തിൽ പെറ്റുകൊണ്ടിരിക്കുമ്പോൾ
നാം അതിനെതിരെ ശബ്ദിക്കുമ്പോൾ, അതിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിപ്പിച്ച സണ്ണി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിൽ, കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ, എന്തിനു പോട്ടെ കേരളത്തിലെ പ്രൈവറ്റ് തോട്ടങ്ങളിൽ വരെ ഇന്ന് ജാതി പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അനർഘമാം ജാതിയെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുമ്പോൾ നാം അതിനെതിരെ, ജാതീയതയ്ക്കെതിരെ, എന്തുകൊണ്ട് ഞാൻ ജാതിയായി ജനിച്ചു എന്നതുകൊണ്ടല്ല നാം അതിനെതിരെ പരാമർശിക്കേണ്ടത്, മറിച്ച് ജാതിയെ ഞാൻ ഉപയോഗിക്കില്ല എന്നും അത് ഉന്മൂലനം ചെയ്താൽ മാത്രമേ ശരിയായ രാഷ്ട്രീയ ബോധവും ധാർമ്മികതയും ഇന്നും നമ്മുടെ രാജ്യത്ത് കെട്ടുറപ്പോടെ നിലനിൽക്കുമോ എന്ന് പറഞ്ഞും ഞാൻ നിർത്തുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.